അങ്ങനെ നമ്മുടെ ഭൂമി അച്ഛന് ബ്രെയിൻ ട്യൂമർ ആണെന്നുള്ള കാര്യം അജയ്യോട് തുറന്നു പറയുവാണ്. അങ്ങനെ അജയ് നമ്മുടെ ഭൂമിയെ സഹായിക്കാനായിട്ട് തുടങ്ങുവാണ്. പക്ഷേ അതിനു വേണ്ടിയിട്ട് ഒരു കോൺട്രാക്ട് മാരേജിൽ സൈൻ ചെയ്ത അജയുടെ കൂടെ 1 വർഷം ഭാര്യയായി അഭിനയിക്കണം. അപ്പോൾ പിന്നെ വീട്ടുകാരും നമ്മുടെ അജയെ കല്യാണത്തിന് നിർബന്ധിക്കത്തില്ല. അതാണ് അജയുടെ പുതിയ പ്ലാൻ. പക്ഷെ അജയുടെ പ്ലാനിൽ ഭൂമി വീഴുവോ വീഴത്തില്ലേ? ഭൂമി അച്ഛൻ്റെ ബർത്ത്ഡേക്ക് അടിപൊളിയായിട്ട് അടിച്ചു പൊളിച്ച് ആഘോഷിക്കുന്നുണ്ട്. അച്ഛന് ക്യാൻസർ ഒക്കെ ആണല്ലോ, അപ്പോഴത്തേക്കും മനസ്സിന് സന്തോഷം കൊടുക്കണം. അപ്പൊ അതിനുവേണ്ടി ഭൂമി പ്ലാൻ ചെയ്തെല്ലാം അടിപൊളിയായിട്ട് ആഘോഷിക്കുന്നുണ്ട്. യഥാർത്ഥ അച്ഛനെ ഭൂമി നേരിട്ട് കാണുന്നുണ്ട്. വളരെ ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിട്ടുള്ള ഒരു സൂപ്പർ എപ്പിസോഡായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ വൈകിപ്പിക്കണ്ട, തുടങ്ങാം നമുക്ക് ഇന്നത്തെ ജൂൺ 11 എപ്പിസോഡ് 9. അജയുടെയും ഭൂമിയുടെയും പുതിയ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൂൺലൈറ്റ് മീഡിയ. മാക്സ് ആം ആൻഡ് സിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ സീരിയലിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അങ്ങനെ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചതിന്റെ ബാക്കിയായിട്ട് അജയ് എന്ത് ചെയ്യാണ്, നമ്മുടെ നയനയെ പ്രപ്പോസ് ചെയ്യാണ്. അപ്പോഴത്തേക്കും നയന ഞെട്ടിത്തരിക്കുവാണ്. അപ്പം നയന ഞെട്ടിത്തരിക്കുന്നുണ്ട്. പെട്ടെന്ന് അജയ് സോറി നയന, സോറി സോറി എന്നിങ്ങനെ പറയാ. അപ്പോഴത്തേക്കും നമ്മുടെ നയന ചോദിക്കുവാണ്, എന്താ നിനക്ക് എന്നോട് പ്രണയമാണോ, വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്നുണ്ടോ, നിന്റെ നെഞ്ചിടിക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിച്ചിട്ട് പെട്ടെന്ന് നയന ചിരിക്കുവാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നയന ചിരിച്ചിട്ട്, എന്തായിരുന്നു നീ പ്രപ്പോസ് ചെയ്യാൻ ഇത്രയും വയ്യെന്നായിരുന്നു എൻ്റെ ചിന്ത, ഐ ലവ് യു അജയ് എന്നിങ്ങനെ പറഞ്ഞ് രണ്ടുപേരോട് ഹഗ് ചെയ്യുവാണ്. അപ്പോഴത്തേക്കും ഈ കാറ്റ് വന്ന് കാതിൽ പറഞ്ഞു. ഇവരുടെ രണ്ടുപേരുടെയും കൂടെ ഒരു കോംബോ നല്ല രസമാണ് കേട്ടോ. തുടക്കത്തിൽ തന്നെ ആ ഒരു കളർ കോമ്പിനേഷനും ആ ഒരു ഫിൽറ്ററും ആ ഒരു ബീജിയും ഒക്കെ ഇട്ട് കാണാനായിട്ട്. പിന്നീട് ക്രിസ്ത്യൻ ചർച്ചിന്റെ ഫ്രണ്ടിൽ അവർ നിൽക്കുന്ന ഒരു ബ്രൈഡ് ആൻഡ് ഗ്രൂമിനെ പോലെ നിൽക്കുന്ന ഒരു ചിന്തയൊക്കെ അങ്ങനത്തെ ഒരു സീൻ കാണിക്കുന്നുണ്ട്. ഇവരുടെ കളിച്ചിരികളും പ്രണയ നിമിഷങ്ങളും ഒക്കെ ഇങ്ങനെ അജയ് ആലോചിച്ച് ഇരിക്കുന്നതായിട്ട് കാണിക്കുകയാണ്. പിന്നീട് രാത്രി നമ്മുടെ ഭൂമിയുടെ വീട്ടിലെ ഭൂമിയുടെ അച്ഛനും ഭൂമിയും കൂടെ ഡ്രൈവ് ചെയ്ത് എത്തുവാണ്. അങ്ങനെ അച്ചുവേട്ടൻ കാറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പറയണം, മോളെ നമ്മുടെ വണ്ടിയിൽ നിന്ന് ഒരിടത്തും നിന്നിട്ടില്ലല്ലോ. അപ്പോഴത്തേക്കും ഭൂമി പറയണം, അതെ, അതുകൊണ്ട് നാളെ എന്തായാലും ക്ഷേത്രത്തിൽ തേങ്ങ ഉടയ്ക്കണം, ഒരിടത്തും നിന്നിട്ടില്ല. അപ്പോഴത്തേക്കും നമ്മുടെ അച്ചുവേട്ടൻ പറയണം, നമ്മുടെ വണ്ടിക്ക് പഴയ ആരോഗ്യം വന്നു മോളെ, നമ്മുടെ വണ്ടി ഇനി ഒരിക്കലും മരിക്കത്തില്ല, ഞാനും മരിക്കത്തില്ല എന്നിങ്ങനെ പറയാ. എന്നിട്ട് അപ്പൊ ഭൂമി വിഷമിച്ച് നിൽക്കുക. അപ്പോഴത്തേക്കും അച്ചുവേട്ടൻ കാറിന്റെ പുറത്തിറങ്ങിയിട്ട് പറയും, ക്യാൻസർ പോലുള്ള വലിയ വലിയ മാരാരോഗങ്ങൾ വന്നു കഴിഞ്ഞാലും മരിക്കില്ല മോളെ, മരിക്കില്ല എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും ഭൂമി പെട്ടെന്ന് പുറത്തിറങ്ങിയിട്ട് പറയുവാണ്, അച്ഛൻ എപ്പോഴും സ്ട്രോങ് ആയിട്ടിരിക്കണം, വിൽ പവർ ആണ് ഈ പറയുന്ന രോഗങ്ങളുടെ എല്ലാം മാറാനുള്ള പ്രധാനപ്പെട്ട ഒരു മരുന്നെന്ന് പറയുന്നത്. അപ്പം ഒരിക്കലും അച്ഛൻ അങ്ങനെ ഒന്നും സംഭവിക്കില്ലെന്ന് അച്ഛൻ കരുതണം എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും പറയണേ, എനിക്കെന്താ ഇങ്ങനെ ഇപ്പോൾ വല്ല അസുഖം ഉണ്ടോ, ഇല്ലല്ലോ, അപ്പൊ ഇനി എനിക്ക് വിൽ പവർ ഉണ്ടെന്ന് തെളിയിക്കാനായിട്ട് ക്യാൻസർ വരണോ, വേണ്ടല്ലോ എന്ന് പറഞ്ഞ് പോവാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഓൾറെഡി നമ്മുടെ അച്യുതൻ അറിയാമായിരിക്കും തനിക്ക് ക്യാൻസർ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടാവണം. വീട്ടിനകത്ത് കയറുമ്പോൾ തന്നെ നമ്മുടെ അംബികയും ലക്ഷ്മിയും ഉണ്ട്. അംബിക ചോദിക്കാൻ, എവിടെയായിരുന്നു ബോബനും മോളെയും കൂടി, 11 മണിയായെന്ന് പറയാം. അപ്പോഴത്തേക്കും ഭൂമി പറയാം, നമ്മളൊരു സിനിമ കാണാൻ പോയായിരുന്നു. അപ്പം അച്യുതൻ പറയുന്നു, ചുമ്മാ എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഭൂമി ഒരു ഷർട്ട് എടുത്ത് കൊടുത്തിട്ട് പറ, ഭൂമിയുടെ കുറച്ച് കവറുണ്ട്, അച്ഛൻ പോയി ഷർട്ട് ഇട്ടിട്ട് വാ. അപ്പൊ ഇപ്പൊ വേണോ മോളെ, പറ്റില്ല, ഇപ്പൊ തന്നെ വേണം, അച്ഛൻ ഇട്ടിട്ട് വാ എന്ന് പറഞ്ഞ് നമ്മുടെ ഭൂമി എന്ത് ചെയ്യാണ്, അച്ഛനെ ഷർട്ട് ഇടാനായിട്ട് പറഞ്ഞു വിടുവാണ്. എന്നിട്ട് ഭൂമി അംബിക എടുത്ത് ചോദിക്കണം, അമ്മേ എല്ലാം റെഡി അല്ലേ? അതേ മോളെ, എല്ലാം റെഡിയാണ്, നീ പറഞ്ഞോണ്ട് നമ്മൾ എല്ലാം സർപ്രൈസ് ആക്കി വെച്ചിട്ടുണ്ടെന്ന് പറയാ. അങ്ങനെ നമ്മുടെ അച്ഛൻ ഡ്രസ്സൊക്കെ മാറി വരുമ്പോൾ ഭൂമിയും വരുവാണ്. അപ്പൊ അംബികയെ എന്താ സ്പെഷ്യൽ, നിങ്ങളുടെ മോളോട് എന്നെ ചോദിക്കും, എങ്കിൽ പിന്നെ ചോദിക്കാം എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ഭൂമി അങ്ങോട്ട് വന്നിട്ട്, എന്താ മോളെ ഇന്നത്തെ പ്രത്യേകത, ഒരു പ്രത്യേകത ഉണ്ടെന്ന് കൂട്ടിക്കോ എന്ന് പറഞ്ഞ് നമ്മുടെ അച്ചുവേട്ടന്റെ കണ്ണും പൊത്തിക്കൊണ്ട് ഒരു റൂമിലേക്ക് കൊണ്ടുപോകും. അവിടെ മൊത്തം അലങ്കരിച്ചിരിക്കുകയാണ്, ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ്. അങ്ങനെ കണ്ണീന്ന് പൊത്തിയിരിക്കുന്ന കൈ മാറ്റുമ്പോഴാണ് നമ്മുടെ അച്ചുവേട്ടൻ കാണുന്നത്, മൊത്തം അലങ്കരിച്ച് കേക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഹാപ്പി ബർത്ത്ഡേ അച്ചൂസേ എന്നൊക്കെ പറഞ്ഞ്. അവിടെ നമ്മുടെ ഭൂമിയുടെ കടയിലുള്ള കോഫി ഷോപ്പിൽ വരുന്ന സകലമാന ആൾക്കാരും വന്നിട്ടുണ്ട്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യുന്നു, ഗിഫ്റ്റുകളൊക്കെ കൊണ്ട് കൊടുക്കുവാണ് എല്ലാവരും. അപ്പൊ ഗിഫ്റ്റുകളൊക്കെ കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഭൂമി ചോദിക്കുകയാണ്, മാത്യൂസ് ചേട്ടാ കാനഡയിൽ നിന്ന് മക്കൾ അയച്ചെന്ന് ഡോളർ ആയിരിക്കും അല്ലേ ഇത്, കദീസുമ്മ ഇത് എന്താണിത്, നിങ്ങൾക്ക് പെൻഷൻ തന്നെ നേരെ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്തിനാ ഗിഫ്റ്റ് വാങ്ങിച്ചത് നമ്മുടെ ഭൂമി ചോദിക്കുകയാണ്. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് സന്തോഷമായിട്ട് നിൽക്കുമ്പോഴത്താണ് പെട്ടെന്ന് നമ്മുടെ അച്ചുവേട്ടന്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നത്. അപ്പൊ അംബിക അത് കാണണം, എന്താ അച്ചുവേട്ടാ ഇത് മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ടല്ലോ. അപ്പൊ നമ്മുടെ അച്ചുവേട്ടൻ കുഴപ്പമൊന്നുമില്ല, ഡോക്ടറിനെ കണ്ടതാ, കുഴപ്പമില്ല. അപ്പൊ ഭൂമി പെട്ടെന്ന് അതെ കുഴപ്പമില്ല, ഡോക്ടറിനെ കണ്ടതാ, മരുന്ന് കൊടുത്തിട്ടുണ്ട്, ശരിയാവെന്ന് പറയാ. അപ്പോഴത്തേക്കും നമ്മുടെ മാത്യൂസ് ചേട്ടൻ പറയാം, ഒന്നും കൂടി ഡോക്ടറിനെ കാണിക്കണം കേട്ടോ, കാണിക്കാം എന്നിങ്ങനെ പറയുവാണേ. അപ്പോഴത്തേക്കും പെട്ടെന്ന് അച്ചുവേട്ടൻ എനിക്കൊന്നുമില്ല അംബിക എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇനി മനസ്സിലായിട്ടുണ്ടാവുമോ നമ്മുടെ അച്യുതൻ യഥാർത്ഥത്തിൽ സ്വന്തമായിട്ട് ക്യാൻസർ ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവുമോ എന്നൊരു
ഇത്. അപ്പം അങ്ങനെയാണെങ്കിൽ അച്ഛനെ കൊണ്ട് കിടത്തുമോളൂ, അധികം സ്ട്രെസ് എടുപ്പിക്കേണ്ട എന്ന് പറയണം. അങ്ങനെ ഭൂമി അച്ഛനെ പിടിച്ചോണ്ട് പോയി അച്ഛൻ കിടന്ന് റെസ്റ്റ് എടുക്കുന്ന പറയാ. അപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല മോളെ, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞ് അങ്ങനെ റെസ്റ്റ് എടുക്കുവാണ്. അങ്ങനെ അച്ഛനെ പുതപ്പൊക്കെ കൊടുക്കുവാണ് നമ്മുടെ അംബിക. അതിനുശേഷം നമ്മുടെ ഭൂമി എന്ത് ചെയ്യാണ്, പുറത്ത് ഭയങ്കര പോയിരുന്ന് ഭയങ്കര കരച്ചിലും വിഷമമൊക്കെയാണ്. രാവിലെ തന്നെ ക്ഷേത്രത്തിൽ പോവാണ് നമ്മുടെ ഭൂമി ക്ഷേത്രത്തിൽ വരുമ്പോൾ നമ്മുടെ ഭൂമിയുടെ യഥാർത്ഥ അച്ഛനായ സത്യൻ അവിടെ ഭാര്യയ്ക്കും മകൾക്കും വേണ്ടി, കാണാതെ പോയ ഭാര്യയ്ക്കും മകൾക്കും വേണ്ടി അർച്ചന കഴിപ്പിക്കുകയാണ്. എന്നിട്ട് ഞാനൊരു പോലീസുകാരനായിട്ട് ഒത്തിരി കേസുകൾ തെളിയിച്ചു, പക്ഷെ എൻ്റെ ഭാര്യയുടെ മകളുടെയും തിരോധാന കേസ് മാത്രം എനിക്ക് തെളിയിക്കാൻ പറ്റിയില്ല, ഞാൻ തോറ്റുപോയി എന്ന് പറയാണ്. അങ്ങനെ ഭൂമി ഇതേ സമയം പ്രാർത്ഥിക്കുകയാണ് ഈശ്വരന്റെ മുന്നിൽ, അച്ഛൻ്റെ ജീവൻ സംരക്ഷിക്കണം, എനിക്കതിന് സമയം തരണം, ഞാൻ ലോണോ കീണോ എന്തെങ്കിലും എടുത്ത് രക്ഷിച്ചോളാം എൻ്റെ അച്ഛനെ, എൻ്റെ അച്ഛൻ്റെ സുരക്ഷ ഭഗവാന്റെ കയ്യിലാണ് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ സത്യൻ അവിടെ നിന്ന് പോകാൻ ഇറങ്ങുമ്പോഴാണ് ഭൂമി സത്യനെ കാണുന്നത്. സാർ അപ്പൊ ഭൂമി സാറെന്താ ഇവിടെ? ഞാനിവിടെ ക്ഷേത്രത്തിൽ വന്നതാ. ഭൂമി എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ? ആ സുഖമാണ് സാർ. പിന്നെ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് ക്ഷേത്രത്തിലല്ലേ വരുന്നത്, ഭഗവാനല്ലേ ഏറ്റവും കൂടുതൽ നമ്മളെ നോക്കുന്നത്. സാർ ദൈവവിശ്വാസിയാണോ എന്ന് ചോദിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ഭൂമിയുടെ അച്ഛന തരത്തിൽ ഇങ്ങനെ എന്താ പറയുക, തോർത്തുകൊണ്ടൊക്കെ ഇട്ട് ക്ഷേത്രത്തിൽ വരുന്ന ലുക്കിലാണ്. എന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? അപ്പോഴത്തേക്കും നമ്മുടെ ഭൂമി പറയണ ദൈവവിശ്വാസിയാണെന്നാ തോന്നുന്നത്. എന്നിട്ട് നമ്മുടെ സത്യം പറയണ, ഭൂമിയെ കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു ബന്ധം തോന്നുന്നുണ്ട്, എൻ്റെ മോളുടെ പോലത്തെ ഒരു മുഖവും സ്വഭാവവും ഒക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്നെ മോളായിട്ട് കൂട്ടിക്കോ. ആണോ? മോളായിട്ട് കൂട്ടാനാണെങ്കിൽ ഞാൻ പിന്നെ വീട്ടിൽ കൊണ്ടുപോകും. അയ്യോ ഞാൻ വരത്തില്ല, കോടിക്കണക്കിന് രൂപ തരാന്ന് പറഞ്ഞാലും എൻ്റെ അച്ഛനെ വിട്ട് ഞാൻ വരത്തേ ഇല്ല. ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടിയതാണ് കേട്ടോ, ഇങ്ങനെ ഒരു മോളെ കിട്ടിയതാണ് അച്ഛൻ്റെ ഭാഗ്യം എന്താ അച്ഛൻ്റെ പേര്? അച്യുതൻ എന്നിങ്ങനെ പറയാണ് ഭൂമി. അപ്പോഴത്തേക്കും നമ്മുടെ സത്യം പറയണം, അച്യുതണ്ടിൽ കറങ്ങുന്ന ഭൂമിയാണല്ലേ ഇത്. അതെ എന്നിങ്ങനെ നല്ലൊരു ഡയലോഗ് അല്ലേ. അപ്പൊ പോട്ടെ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാണ്, നമ്മുടെ സത്യൻ കാറിൽ കയറുവാണ്. കാറിൽ കയറുമ്പോഴത്തേക്കും ഭൂമി ഇങ്ങനെ ടാറ്റ കൊടുക്കുമ്പോൾ കുഞ്ഞുനാളിൽ മോളെ എടുത്ത് കളിപ്പിച്ചതൊക്കെ നമ്മുടെ സത്യന് ഓർമ്മ വരുവാണ്. അങ്ങനെ സത്യം പെട്ടെന്ന് കാറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട്, മോളെ എനിക്കൊന്ന് കളവൻ ചാർത്തി തരാമോ എന്ന് ചോദിക്കണം. അതിനെന്താ ചാർത്താലോ എന്ന് പറഞ്ഞ് കളവൻ ചാർത്തി കൊടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ പോട്ടെ എന്ന് ചോദിച്ചിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുവാണ് നമ്മുടെ അച്ഛൻ, സത്യൻ അച്ഛൻ. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് അച്ഛൻ്റെ ബർത്ത്ഡേയുടെ കേക്ക് എല്ലാം എന്ത് ചെയ്യാണ്, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഓരോരുത്തർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ CSRന് കൊടുക്കാനായിട്ട് കയറുമ്പോഴത്തേക്കും നമ്മുടെ അജയ് പറയുവാണ്, ഓ തൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, 10 ഗുണം 10 ഗുണം എന്നല്ലേ, താൻ വിഷമാണെങ്കിൽ തൻ്റെ അച്ഛൻ വമ്പൻ വിഷമായിരിക്കും എന്ന് പറയണം. അങ്ങനെ ഭൂമി അവിടെ എന്തോ കലബില ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഓരോ മനുഷ്യരുടെ മനസ്സിലുള്ള ദുരന്തം അവരവർക്കല്ലേ അറിയാൻ പറ്റത്തുള്ളൂ, എൻ്റെ മനസ്സിലുണ്ട്. അപ്പൊ എന്താ തനിക്ക് തൻ്റെ അച്ഛൻ്റെ കാര്യം ആലോചിച്ച് ഇത്ര ദുരന്തം എന്തെങ്കിലും ചോദിക്കുക. അപ്പോഴത്തേക്കും ഭൂമി എന്തായാലും നാളെ മിക്കവാറും പറയാൻ ചാൻസ് ഉണ്ട് അച്ഛന് ക്യാൻസർ ആണെന്നുള്ള കാര്യം. അപ്പൊ അജയ് എന്ത് ചെയ്യും, അവളെ ഹെൽപ്പ് ചെയ്യും എന്നാണ് എനിക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നത്. നമുക്ക് കണ്ടു തന്നെ അറിയാം. നാളത്തെ എപ്പിസോഡ് വരട്ടെ. സൂപ്പർ എക്സൈറ്റഡ്, സൂപ്പർ വെയിറ്റിംഗ് ആണ്. അപ്പൊ നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.